ഒരുപാട് തെളിവുകൾ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ പ്രതീക്ഷിക്കുള്ളൂ. അത്ര തന്നെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. പൂർണ്ണമായിട്ടും പ്രോസിക്യൂഷൻ്റെ ചാർജുകൾ തെളിയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ആദ്യത്തെ പ്രോസിക്യൂട്ടർ എന്ന നിലയ്ക്ക് എനിക്കുണ്ടായിരുന്നു. ഗൂഢാലോചന കുറ്റം പൊതുവെ നമ്മുടെ നിയമ സംഹിത അനുസരിച്ച് തെളിയിക്കുന്നതിന് വളരെ സാഹസികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനാവുന്നത്ര തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പറ്റാവുന്നവർ ഹാജരാക്കിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം കോടതിയിൽ. എന്നെ സംബന്ധിച്ച് ആ ഭാഗത്തേക്ക് പോകേണ്ടി വന്നിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ ഈ കേസിൻ്റെ പ്രോസിക്യൂട്ടർ പദവിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. സ്വാഭാവികമായിട്ട് കോടതി പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ രേഖകളൊക്കെ പരിശോധിച്ച് കോടതിയെ സംബന്ധിച്ച് കോടതിക്കൊരു ബോധ്യം വരണം ഇതിൽ ഗൂഢാലോചന ഉണ്ട്. അങ്ങനെ ബോധ്യം വന്നെങ്കിൽ കോടതി പൊതുവെ ആ കേസിൽ ഇടപെടും, അതിൻ്റേതായിട്ടുള്ള ശിക്ഷ തരികയും ചെയ്യും. ഇതിലിപ്പോൾ കോടതിയെ സംബന്ധിച്ച് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ പറയാറുണ്ട് ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കോടതിയിൽ വലിയ പാടാണ്. അത് തന്നെയായിരിക്കും ഇവിടെയും തെളിയിക്കുക എന്നുള്ള പ്രോസിക്യൂട്ടർമാരെ സംബന്ധിച്ച് വ്യക്തിപരമൊന്നും ഇല്ല ഇതിൽ. പ്രോസിക്യൂട്ടർമാർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കണ്ടെത്തുന്ന തെളിവുകൾ കോടതിയിൽ നേരത്തെ സമർപ്പിക്കും. അത് പിന്നീട് കോടതിയിൽ അത് പ്രസൻറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് പ്രോസിക്യൂട്ടർമാർക്കുള്ളത്. അത് തന്നെ എല്ലാ പ്രോസിക്യൂട്ടർമാരും ചെയ്യാറുള്ളത്. ഇതിലും അങ്ങനെ തന്നെയായിരിക്കും ചെയ്ത് കാണാം. വേറെ ഒന്നും കൂറുമാറുക എന്നുള്ളത് കാര്യമായിട്ടുള്ള ദോഷമൊന്നും ഈ കേസിന് ഉണ്ടായിട്ടുള്ളതല്ല. കാരണം ഇതിൽ വിക്ടിമിൻ്റെ മൊഴിയും മറ്റ് അനുബന്ധ മൊഴികളാണ് കോടതി പരിശോധിക്കുക. എന്തായാലും ഏത് ഭാഗം കൊണ്ടാണ് അതിൽ കോടതി ഇങ്ങനെ തീരുമാനം എടുത്തതെന്നുള്ള വിധി വായിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും നിരാശാജനകമായിട്ടുള്ളൊരു എല്ലാവരും ഒരുപാട് പ്രതീക്ഷകൾ. കാരണം വെച്ചാൽ വളരെ കാലം 9 വർഷം എടുത്ത് ഏതാണ്ട് 9 വർഷം, ഈ ഒരു മാസം കഴിഞ്ഞാൽ ഫെബ്രുവരി ആകുമ്പോൾ 9 വർഷമായി ഈ സംഭവം നടന്നിട്ട്. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കിയൊരു കേസാണ്. അപ്പോൾ അതിന് കുറ്റമറ്റ രീതിയിലുള്ള ഒരു വിധി പ്രസ്താവം ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇനി വിധി വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല രീതിയിലുള്ള വിധിയായിരുന്നു, കാര്യകാരണ സഹിതമുള്ള ഒരു വിധിയായിരുന്നു എന്നുള്ളത് നമുക്ക് വിധി വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും. അത്രമാത്രം പ്രോസിക്യൂട്ടറാക്കി പറയാം. താങ്ക് യു. ഈ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന 2020 നവംബറിൽ എ സുരേഷനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. മതിയായ തെളിവുകൾ, ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ വേണ്ട തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്തതിനാലാണ് ഈ നടപടി. അതേസമയം തന്നെ 1 മുതൽ 6 പേരുടെ കാര്യത്തിൽ അത് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ആ കാര്യങ്ങളിലൊക്കെയുള്ള സുരേഷൻ, അന്നത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുരേഷിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം പിന്നീട് ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പദവി രാജിവെച്ച് മാറിയിരുന്നു. അതിനുശേഷം അഡ്വക്കേറ്റ് BV അനിൽകുമാർ വന്നു, പ്രേക്ഷകർക്കറിയാം. അദ്ദേഹവും പിന്മാറി. അതിനെ തുടർന്നാണ് അഡ്വക്കേറ്റ് അജകുമാർ ഇപ്പോഴത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഈ കേസിലെത്തുന്നത്. ദിലീപിന്റെ ആരോപണം ഇപ്പോൾ ബി സന്ധ്യയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. പരോക്ഷമായിട്ട് ബി സന്ധ്യയെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥയും അവർ നിശ്ചയിച്ച ക്രിമിനൽ പോലീസുകാരും ചേർന്നുള്ള സംഘമാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്നാണ് ദിലീപിന്റെ ആരോപണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.